തന്നെ അവർക്ക് കൗൺസിലിലേക്ക് വരാൻ പാടില്ലെന്നാണ് ഇപ്പോൾ നിലവിലുള്ള വിധി. ആ വിധി പ്രകാരം ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റിന് അത് ബാധകമാണ്, വൈസ് പ്രസിഡന്റിന് ബാധകമാണ്, സെക്രട്ടറിമാർക്ക് ബാധകമാണ്, പല നേതാക്കന്മാർക്കും ബാധകമാണ്. കൗൺസിലിലേക്ക് എത്തിയാലല്ലേ എക്സിക്യൂട്ടീവിലെത്തൂ, എക്സിക്യൂട്ടീവിലെത്തിയാലല്ലേ സെക്രട്ടേറിയറ്റിലെത്തിയെത്തൂ, സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയാലല്ലേ ഭാരവാഹിയാകൂ, പ്രസിഡന്റാകൂ, സെക്രട്ടറിയാകൂ. അവർ അങ്ങനെ എത്തുമ്പോൾ മാത്രമല്ലേ അവരുടെ ഒപ്പിന് വിലയുണ്ടാവുകയുള്ളൂ, അവരെഴുതുന്ന ലെറ്റർ പേഡിൽ എഴുതുന്ന വരികൾക്ക് വിലയുണ്ടാവുകയുള്ളൂ. എന്നാൽ കോടതി പറയുന്നു കൗൺസിലിലേക്ക് പോലും അവർക്ക് വരാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ അവർ ആളുകളെ പുറത്താക്കുക? അവരെഴുതുന്ന അവരയക്കുന്ന സർക്കുലറിന് എങ്ങനെയാണ് നിയമപരമായി പ്രാബല്യമുണ്ടാവുക? ഇല്ല. അവർ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടാക്കുന്ന അഡ്വോക്ക് കമ്മിറ്റികളുണ്ട്, ആ അഡ്വോക്ക് കമ്മിറ്റികൾക്ക് നിലനിൽപ്പുണ്ടാകുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ ഒരു അഡ്വോക്ക് കമ്മിറ്റി രൂപീകരിച്ചു. ആ അഡ്വോക്ക് കമ്മിറ്റി ഞങ്ങളാണ് സലഫി സെന്റർ നടത്തേണ്ടതെന്ന് പറഞ്ഞ് അവിടെ നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. എന്ത് സംഭവിച്ചു? കോടതിയിൽ കേസായി. RDOയുടെ മുമ്പിൽ മാസങ്ങൾ നീണ്ട നിയമയുദ്ധങ്ങൾ നടന്നു. ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ അതാ തീരുമാനിച്ചിരിക്കുന്നു, നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണെന്ന് നടത്തേണ്ടത്, മറ്റുള്ളവർക്ക് അത് അർഹതയില്ല. അത് വാദിച്ചുകൊണ്ട് നിലനിൽക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സംഘടന കൈപ്പിടിയിലുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ധൈര്യവും ആ ഒരു ആണിയും ഇന്ന് ഇളകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്നു മുതൽ ഇതിന്റെ ആദർശ പ്രബോധനം തുടങ്ങിയോ അതേ രൂപത്തിലും അതേ തൗഹീദ് മാറ്റമില്ലാതെ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ മുജാഹിദുകളാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളാണ് യഥാർത്ഥത്തിലുള്ള കേരള നദുവത്തുൽ മുജാഹിദിന്റെ പ്രവർത്തകന്മാർ, നമ്മളാണ് ISMന്റെ പ്രവർത്തകന്മാർ, നമ്മളാണ് MSMന്റെ പ്രവർത്തകന്മാർ. കാരണം തൗഹീദാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭൗതികമായ മാർഗത്തിലൂടെ അള്ളാഹു മാത്രമേ സഹായിക്കുകയുള്ളൂ, അള്ളാഹു മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസം. അഭൗതികമായ മാർഗത്തിലൂടെ മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, മലക്കാകട്ടെ ഇതൊന്നും തന്നെ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല എന്നാണ് ഇക്കാലഘട്ടമത്രയും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന തൗഹീദ്. ആ തൗഹീദിന്റെ നിർവചനത്തിൽ ഇതാ ഈ സംഘടനയെ ഹൈജാക്ക് ചെയ്ത ആളുകൾ അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അഭൗതികമായ രീതിയിൽ മലക്കും ജിന്നുമൊക്കെ സഹായിക്കുമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ നേരത്തെ വാദിച്ച വാദം അതെ തൗഹീദിലാണ് അവർക്ക് വ്യതിയാനം കടന്നു വന്നിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന ആ വിശുദ്ധ ഖുർആനിലെ വരി 17 പ്രാവശ്യം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വരി, ആ വരിയുണ്ടല്ലോ, അതിൽ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന സഹായം മറ്റൊരാൾക്കോട് തേടാൻ പാടില്ലാത്ത സഹായമാണ്. അത് ജിന്നിനോട് പാടില്ല, അത് മലക്കിനോട് പാടില്ല, അത് മനുഷ്യനോട് പാടില്ല, മരിച്ചവരോട് പാടില്ല, ജീവിച്ചിരിക്കുന്നവരോ പാടില്ല. ജിന്നിനോട് ആ സഹായതട്ടം നടത്തിയാൽ ശിർക്കാണ്, മലക്കിനോട് നടത്തിയാൽ ശിർക്കാണ്, മനുഷ്യനോട് നടത്തിയാൽ ശിർക്കാണ്. ഇത്രയും കാലം മുജാഹിദുകൾ ആണയിട്ട് ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിച്ച ഒരു ആദർശമാണ്. എന്നാൽ ഇന്ന് പറയുന്നത് എന്താ? അതിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കിയിരിക്കുന്നു. ഈ എന്നതിൽ നിന്ന് മനുഷ്യൻ ഒഴിവാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് പ്രകാരം എന്നാണ് ഇവിടെ പ്രസംഗിക്കുകയും ലഘുലേഖയാക്കി എഴുതുകയും ഇന്നുവരെ ഈ കഴിഞ്ഞ 10 പിരിയത്തിൽ നടന്ന സംവാദത്തിൽ വരെ ചോദിച്ചു, ഇങ്ങനെ ഒരു ദുർവ്യാഖ്യാനം നിങ്ങൾ നടത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇല്ല എന്ന വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, എന്താണ് അവസ്ഥ? വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സാഹചര്യം, ഹദീസുകളോട് ഒരു പുച്ഛമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം, സലഫിയത്ത് പറയാനുള്ള ഒരു വാക്ക് മാത്രമായി സ്വീകരിച്ച ഒരു സമീപനം, എങ്ങനെയാണ് ഇത് മുജാഹിദ് പ്രസ്ഥാനമാവുക? അതുകൊണ്ടാണ് പറഞ്ഞത് യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം ഇതാ ഇവിടെ നിലനിൽക്കുകയാണ്, നിയമപരമായും എല്ലാ രൂപത്തിലും. എന്നാൽ തൽക്കാലം അതിന്റെ ചില കേന്ദ്രങ്ങൾ ചില ആളുകൾ കയ്യിലൊതുക്കിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകുമ്പോൾ അത് ലോകം തിരിച്ചറിയുക തന്നെ ചെയ്യും. അതിന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആർക്കാ? നിങ്ങളിതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും. എന്നാൽ ചെറിയ കുട്ടികളല്ല സഹോദരങ്ങളെ. ഈ വടുതലക്കാര് ദീർഘമായി മുജാഹിദ് പ്രസ്ഥാനത്തെ പരിചയമുള്ളവരാണ്. മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം എത്തിയ രാജ്യമാണ്, നാടാണ്. എന്താ പ്രത്യേകത? മുജാഹിദ് പ്രസ്ഥാനത്തിൽ തലമൂത്ത നേതാക്കന്മാരെ പരിചയമുള്ളവരാണ്. ബഹുമാന്യനായ കരിവള്ളി മുഹമ്മദ് മൗലവിയെ പരിചയമില്ലാത്തവരായി ആരാണ് സഹോദരങ്ങളെ എന്റെ ഈ ശബ്ദത്തിന്റെ പരിധിയിലുള്ളത്? നിങ്ങൾക്കൊക്കെ പരിചയമില്ലേ? എന്താണ് കരിവള്ളി മുഹമ്മദ് മൗലവി? ഇന്ന് പ്രായം ചെന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ചെന്ന കാരണവരാണ്. ഇന്നും കേരള നദുവത്തുൽ മുജാഹിദീന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റാണ്, വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം വളരെ ചുരുക്കി അദ്ദേഹം പരസ്യമായി പറഞ്ഞു.
എന്താ പറഞ്ഞതിന്റെ ചുരുക്കം, ഇതിൽ തൗഹീദിൽ ആർക്കും തെറ്റിയ പ്രശ്നമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മറിച്ച് ഒരു ഉപജാപക സംഘം ഈ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. ആ ഉപജാപക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെപ്പോലും അദ്ദേഹം പേരെടുത്തുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ISM-നെയും MSM-നെയും പിരിച്ചുവിട്ടത് യാതൊരു തത്വദീക്ഷയുമില്ലാതെയാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ, അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ ഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിലുള്ളത് ആ ദിവസം പുറത്തു വന്ന പത്രമാണ്. 2013 ഒക്ടോബർ 25 വെള്ളിയാഴ്ച വന്ന മാധ്യമം ദിനപത്രത്തിലാണ് ബഹുമാനായ കരിവള്ളി മുഹമ്മദ് മൗലവി ഈ കാര്യം പറഞ്ഞത്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: KNM-ലെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണം, കരിവള്ളി മുഹമ്മദ് മൗലവി. കോഴിക്കോട് സംഘടനയിൽ ഇപ്പോൾ തുടരുന്ന പുറത്താക്കൽ നടപടികൾ നിർത്തിവെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണാൻ നേതൃത്വം തയ്യാറാവണമെന്ന് KNM വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനും പ്രസ്ഥാനത്തിലെ ഏറ്റവും മുതിർന്ന നേതാവുമായ കരിവള്ളി മുഹമ്മദ് മൗലവി. സംഘടനയിൽ ഇപ്പോൾ നടക്കുന്ന പുറത്താക്കലുകൾ പ്രസ്ഥാനത്തിന് ഒരു നിലയിലും ഗുണകരമാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിലും മുസ്ലിം സമുദായത്തിലും ഏറെ ആദരണീയനും 94 വയസ്സ് പിന്നിട്ട വയോധികനുമായ മൗലവി തന്റെ വസതിയിൽ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു. കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘടനയിൽ മുമ്പും പല ഘട്ടങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെ പരിഹരിക്കുന്നതിൽ പഴയ പണ്ഡിതന്മാർ മാതൃക കാണിച്ചിട്ടുമുണ്ട്. തൗഹീദിലും അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന കാര്യത്തിലും ഇരുവിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ലെന്നിരിക്കെ പണ്ഡിതന്മാർ തമ്മിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേയുള്ളൂവെന്നും KNM മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയായ മൗലവി വ്യക്തമാക്കി. 2000 മടവൂർ വിഭാഗവുമായി ഭിന്നത ഉടലെടുത്തപ്പോൾ അത് പരിഹരിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയ വ്യക്തികൾ തന്നെയാണ് ഇപ്പോഴും പരിഹാര ശ്രമത്തിൽ രംഗത്തു വന്നത്. അന്ന് പ്രശ്നപരിഹാരത്തിനോടി നടന്ന ഡോക്ടർ അബൂബക്കർ ചെമ്മാട്, ഡോക്ടർ കബീർ കോട്ടക്കൽ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്നിവരും ഈയുള്ളവരും പ്രസ്ഥാനത്തിലെ പ്രമുഖരെ കണ്ട് സംസാരിക്കുകയും പ്രശ്നപരിഹാരത്തിനായി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അത്തരം നീക്കങ്ങളൊക്കെയും അവസാന ഘട്ടത്തിൽ ദുരൂഹമാം വിധം അട്ടിമറിക്കപ്പെടുകയാണുണ്ടായത്. ആരംഭഘട്ടത്തിൽ വളരെ ക്രിയാത്മകമായി പ്രതികരിച്ചവർ തന്നെ അവസാന ഘട്ടത്തിൽ നിലപാട് മാറ്റിയതിന് പിന്നിൽ നേതൃത്വത്തെ നിശബ്ദരാക്കി സംഘടനയെ ഹൈജാക്ക് ചെയ്യുന്ന ഉപജാപക സംഘമാണെന്നും കരിവള്ളി കുറ്റപ്പെടുത്തി. എന്താ പറഞ്ഞത്? നേതൃത്വത്തെ നിശബ്ദരാക്കി സംഘടനയെ ഹൈജാക്ക് ചെയ്യുന്ന ഉപജാപക സംഘമാണെന്നും കരിവള്ളി കുറ്റപ്പെടുത്തി. ഫറോക്കിൽ നടന്ന സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഐക്യാഹ്വാനം നടത്തിയ ഹുസൈൻ സലഫിയെ അതേ വേദിയിൽ രൂക്ഷമായി വിമർശിച്ച് സംസാരിച്ച അബ്ദുറഹ്മാൻ സലഫിയുടെ നടപടി ഒട്ടും ഉചിതമായില്ല. KNM പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വേദിയിരിക്കെയാണ് അബ്ദുറഹ്മാൻ സലഫി സ്റ്റേജിൽ കയറി വിമർശന പ്രസംഗം നടത്തിയത്. ഇതിൽ തന്റെ പ്രതിഷേധം അന്ന് തന്നെ KNM പ്രസിഡന്റ് TP അബ്ദുൽ കോയ മദനിയോടും AP അബ്ദുൽ ഖാദർ മൗലവിയോടും നേരിട്ടറിയിച്ചിരുന്നു. ഐക്യത്തിന് പരിശ്രമിക്കുന്നവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. ഫറൂഖ് സമ്മേളനത്തിന് ശേഷം KNM-ൽ അംഗങ്ങൾ കൂടുകയല്ല, കുറയുകയാണുണ്ടായത്. ഇതിന്റെ കാരണത്തെക്കുറിച്ചും നേതൃത്വം പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായി നീങ്ങാൻ കഴിയാതെ ഭിന്നിച്ച് പ്രവർത്തിച്ചാൽ ഒരു വിലയും ഉണ്ടാവുകയില്ല. നേതാവാകണമെന്ന ചിലരുടെ അടങ്ങാനാവാത്ത വാജ്ഞയാണ് പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം. ആ വരി എല്ലാവരും ശ്രദ്ധിക്കുക. നേതാവാകണമെന്ന ചിലരുടെ അടക്കാനാവാത്ത വാജ്ഞയാണ് പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം. ദശാബ്ദത്തിലേറെയായി KNM വിദ്യാഭ്യാസ ബോർഡിന്റെ ചെയർമാനാണ് ഈയുള്ളവൻ. എന്നാൽ താനുമായി ആലോചിക്കാതെ ഇപ്പോൾ പരീക്ഷാ ബോർഡ് എന്ന പേരിൽ ഇതിനകത്ത് മറ്റൊരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്ഥാനത്ത് തുടരണമോ എന്ന് പോലും ആലോചിക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കർമ്മ പദ്ധതികൾ ചലനാത്മകമായി നിലനിർത്തിയിരുന്നത് യുവജന വിഭാഗമായ ISM-ഉം വിദ്യാർത്ഥി വിഭാഗമായ MSM-ഉമായിരുന്നു. എന്നാൽ ഈ ഘടകങ്ങളെ മുഴുവൻ ഒരു വിശദീകരണവും ചോദിക്കാതെ പിരിച്ചുവിടുകയാണുണ്ടായത്. തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ഈ ഘടകങ്ങളെയെല്ലാം തിരിച്ചെടുത്ത് ഒരുമിച്ച് നീങ്ങുകയാണ് വേണ്ടത്. സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് KNM-ലെ പല നിലക്കും സഹായിക്കുന്ന കുവൈത്തിലെ ഹയാത്ത് റാസുൽ ഇസ്ലാമി മുന്നോട്ട് വെച്ച പരിഹാര നിർദ്ദേശങ്ങളും പരിഗണിക്കാതിരുന്നത് ഖേദകരമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ തുടർന്നു പോവുകയാണ്. എന്തായി പറഞ്ഞതിനർത്ഥം? ഇതേതെങ്കിലും കുട്ടിയല്ല. ഇപ്പൊ പല ആളുകളും പറയാറുള്ളത് അത് 4 കുട്ടികൾ പറയാണ്. ബഹുമാനായ കരിവള്ളി മുഹമ്മദ് മൗലവി ഇദ്ദേഹം ജിന്നൂരിയാണെന്ന് പറഞ്ഞോ? ഇദ്ദേഹം തൗഹീദിൽ പിഴച്ചയാളാണെന്ന് പറഞ്ഞോ? അതുകൊണ്ടാണോ കരിവള്ളി മുഹമ്മദ് മൗലവി ഇത് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? സഹോദരങ്ങളെ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഈ വടുതലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഈ പ്രസ്ഥാനത്തിന് അനുഭാവികളും അനുയായികളും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, തെറ്റുധാരണകൾ മാറ്റിവെക്കുക. ഇവിടെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ
ആ നിലക്കുള്ള സഹായതട്ടങ്ങൾ പടച്ചതമ്പുരാനോട് മാത്രമേ പാടുള്ളൂ എന്നുറച്ച് വിശ്വസിക്കുകയും അത് പ്രബോധനം നടത്തുകയും അതേതിനെതിരാളിയുടെ മുമ്പിലും അതിന് വാദപ്രതിവാദത്തിനും ഖണ്ഡന പ്രസംഗത്തിനും മുഖാമുഖത്തിനും തയ്യാറാവുകയും ചെയ്തുകൊണ്ട് ധീരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രവർത്തന സരണിയിൽ അണിചേർന്നുകൊണ്ട് നമ്മൾ പ്രബോധന രംഗത്ത് സജീവമായി മുന്നോട്ട് നീങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കരണീയമായിട്ടുള്ളത്. തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കുക സഹോദരങ്ങളെ, അതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ആ കാര്യം വേറുള്ള ആൾക്കാരോട് പറയണം. അത് പറയാനുള്ളൊരു സംവിധാനമാണ് ഈ സംഘടന എന്ന് പറയുന്നത്. അല്ലാതെ സംഘടനയ്ക്ക് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ സംഘടന വളരുന്നു, പ്രസ്ഥാനം വളരുന്നു, സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു, അനുയായികൾ ഉണ്ടാകുന്നു, അനുഭാവികൾ ഉണ്ടാകുന്നു. അത് സ്വാഭാവികം മാത്രമാണ്. അതുണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സംഘടനാ സംവിധാനം അത് ഒരു 10 വർഷം മുമ്പ് സുബൈർ മങ്കട അത് പാടില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. സഹോദരങ്ങളെ, അന്ന് തന്നെ അതിന് കൃത്യമായ മറുപടികൾ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട്, പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നൽകുകയും ചെയ്തു. ആ രീതി ഒരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ യോജിക്കുന്ന ഒരു രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സജീവമായ പ്രവർത്തനം ഒരിക്കലും തന്നെ സംഘടനയല്ല പ്രശ്നം, സംഘടനയെ ദുരുപയോഗം ചെയ്യുന്നതാണ് പ്രശ്നം. ലെറ്റർ പേഡല്ല പ്രശ്നം, ലെറ്റർ പേഡിൽ എഴുതുന്ന വരികൾക്കാണ് പ്രശ്നം. സീലല്ല പ്രശ്നം, സീല് കുത്തുന്ന ആളുടെ മനസ്സും അത് കുത്തുന്ന ആ പേപ്പറിലുള്ള ആശയവുമാണ് പ്രശ്നം. സ്ഥാപനമല്ല പ്രശ്നം, ആ സ്ഥാപനം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രശ്നം. വാട്സപ്പ് അല്ല പ്രശ്നം, ആ വാട്സപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് വിഷയം. ഫേസ്ബുക്ക് അല്ല പ്രശ്നം, ഫേസ്ബുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് വിഷയം. ഇല്ലേ, നമ്മളൊക്കെ അടുക്കളയിൽ കത്തി ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മുടെ മാതാവിന്റെ ഉമ്മയുടെ കയ്യിൽ ഒരു കത്തി കൊണ്ടുപോയി കൊടുത്താൽ അത് ഉപകാരപ്പെടും, അത് കറി വെക്കാൻ ഉപയോഗിക്കും, അതുപോലെയുള്ള സാധനങ്ങൾ വെട്ടാനും നുറുക്കാനും ഉപയോഗിക്കും. ഇല്ലേ? എന്നാൽ അങ്ങാടിയിലുള്ള ഒരു ഗുണ്ടയുടെ കയ്യിലാണ് കത്തി കൊടുക്കുന്നതെങ്കിലോ ആളുകളുടെ വയറ് ചീത്തയാകും, കൊലപാതകം നടക്കും, കലാപമുണ്ടാകും. അതിന്റെ പേരിൽ കത്തി തന്നെ വേണ്ടതില്ല എന്ന് പറയുന്നത് ന്യായമാണോ സഹോദരങ്ങളെ? ഒരിക്കലും ന്യായമല്ല. അത് ഉപയോഗിക്കുന്ന വ്യക്തികളാണ് നന്നാകേണ്ടത്. ഈ സംഘടനാ സംവിധാനം ദുരുപയോഗം ചെയ്തു. ഈ അടുത്ത കാലത്തായി കുറച്ചാളുകൾ, വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ, ആ ആളുകളെ മാറ്റുകയോ അവരുടെ മനസ്സ് മാറ്റുകയോ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ സംവിധാനങ്ങൾ മാറ്റുക എന്നത് ഒരിക്കലും തന്നെ ശരിയായ രീതിയല്ല. ആ സംവിധാനത്തിലുള്ള ന്യൂനതകളും പാളിച്ചകളും ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോവുക, ശക്തമായി, സജീവമായി, സംഘടിതമായി ഈ സലഫി പ്രബോധന ദാവത്തുമായി മുന്നോട്ട് പോകുന്നതിന്റെ അടയാളമാണ് ഇതാ ആലപ്പുഴ ജില്ലയുടെ ഇത്രയും പ്രവിശാലമായ പ്രൗഢമായ ഈ ജില്ലാ സമ്മേളനത്തിലൂടെ ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലും ഇതാ സംഘടിതമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും സജീവ പ്രവർത്തനങ്ങളുമായി ഇതാ ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനം മുഖേന, ഈ പ്രഭാഷണങ്ങൾ മുഖേന ആർക്കൊക്കെ ഹിദായത്ത് കിട്ടുന്നുവോ, ആർക്കൊക്കെ വെളിച്ചം കിട്ടുന്നുവോ അതിന്റെയൊക്കെ ഒരു പ്രതിഫലം നമ്മളും ഇതിൽ പങ്കാളികളായാൽ നമുക്ക് ലഭിക്കും എന്ന ഓർമ്മയോടുകൂടി ഇത് സഹകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരുമിച്ച് കൂടി സ്വാലിഹായമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. ആലപ്പുഴ ജില്ല ദേവാസമ്മേളനത്തിൻ്റെ സമാപന പ്രസംഗത്തിലാണ് പരമകാരുണികനായ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാം എത്തി നിൽക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ശ്രദ്ധേയമായ പ്രമേയത്തെ അധികരിച്ചുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ സമയം കുറഞ്ഞ വാക്കുകളിൽ ഗൗരവമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. മതം സുരക്ഷയാകുന്നു എന്നതാണ് കേരളത്തിലുടനീളമുള്ള സമ്മേളനങ്ങളുടെ സുപ്രധാനമായ ടോപ്പിക്. മതം സുരക്ഷയാകുന്നു എന്ന് നമ്മൾ അറിയിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയുമാണ്. കേരളക്കരയിലെ മുജാഹിദുകളെ മാത്രമല്ല, മുസ്ലിമീങ്ങളെ മാത്രമല്ല, ലോകത്ത് മുഴുവനും നിലനിൽക്കുന്ന മനുഷ്യരോടുള്ള നമ്മുടെ അടിസ്ഥാനപരമായ ആശയമാണ് മതം സുരക്ഷയാകുന്നത്. മതം മനുഷ്യ ജീവിതത്തിലുടനീളം സുരക്ഷ നൽകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ കുറച്ചൊക്കെ ഗൗരവമായ ഒരു ചിന്തയും ശ്രദ്ധയും നമുക്കിതിലുണ്ടാകണമെന്നാണ് ഞാൻ തുടക്കത്തിൽ പറയാം. വളരെ ആവേശപൂർവമായ ഒരു പ്രസംഗം, അതിനു പറ്റിയ ഒരു സാഹചര്യം അല്ല ഇത് എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയുമാണ്. സത്യത്തിൽ നമ്മൾ നമ്മുടെ ഗൗരവം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആളുകൾ, ധാരാളം ആളുകൾ പരിസരത്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വ്യത്യസ്ത മുസ്ലിം സംഘടനകളിൽപ്പെട്ടവർ, അല്ലാത്ത ആളുകളുണ്ടാവും. ലോകത്തോട് മൊത്തമായി നമുക്ക് പറയാനുള്ള വളരെ പ്രധാനമായ ഒരു ആശയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഒരുപാട് ഗോളങ്ങളിൽ സവിശേഷതകളേറെയുള്ള ഒരു ഗോളമാണ് നമ്മൾ വസിക്കുന്ന ഭൂമി. ഈ ഭൂമി മനുഷ്യന് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന ഗോളമാണ്. പോയിന്റ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, വിഷയം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, സ്ത്രീകളും കുട്ടികളും ഒക്കെ മനസ്സിലാക്കണം. ഭൂമിയിൽ നിന്ന് മറ്റൊരു ഗോളത്തിലേക്കുള്ള നമ്മുടെ യാത്ര അസാധ്യമാണ്. ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന പഠനം എത്രയോ കാലങ്ങളായി ശാസ്ത്രലോകത്ത് അത്ഭുതകരമാം വണ്ണം നടന്നുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞിടത്തോളം ഏറ്റവും സുരക്ഷിതത്വമുള്ള ഗോളം ഈ ഭൂമിയാണ്. ഈ ഭൂമിയെ അല്ലാഹു സംവിധാനിച്ചത് ജീവജാലങ്ങൾക്കും മനുഷ്യർക്കുമൊക്കെ ഉപകാരദായകമായ വിധത്തിലാണ്. ഞാൻ ഈ പോയിന്റ് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ഭൂമിയുടെ സംവിധാനങ്ങളിൽ അപാകതയുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല, നിരീശ്വരവാദികൾ പറഞ്ഞിട്ടില്ല, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ഒരാളും പറഞ്ഞിട്ടില്ല.
ഈ ഭൂമിയെപ്പോലെ സുരക്ഷിതമായ മറ്റൊരു ഗോളമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. ഇവിടുത്തെ ഹരിതാപമായ അവസ്ഥ, ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അതുപോലെ സസ്യലതാദികളുടെ വളർച്ച, ഇതെല്ലാം മനുഷ്യന്റെ നിലനിൽപ്പുമായി അഭേദ്യമായ ബന്ധമുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആഗോളതാപനം? ആഗോളതാപനം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ്, ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. CFC എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജുകളിൽ നിന്നും AC-കളിൽ നിന്നും പുറത്തു പോകുന്ന CFC. അത് അന്തരീക്ഷത്തിന്റെ ഓസോൺ പാളിയെ ശക്തമായി ബാധിക്കുകയും ഓസോൺ ലെയറിന് ദ്വാരങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് മോഡേൺ സയൻസ്. 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ സ്കിന്നിൽ പതിക്കാതിരിക്കാൻ അല്ലാഹു ഓസോൺ കുടയെ ഖുർആനിലെ 21-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് സഖഫൻ മഹ്ഫൂദ, സുരക്ഷിതമായ മേൽക്കൂര. സുരക്ഷിതമായ ഒരു മേൽക്കൂരയാണ് ഈ ഓസോൺ ലെയർ. അതിന്റെ പാളികളിൽ ദ്വാരങ്ങൾ വീണുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യാഘാതം. CFC നിങ്ങൾക്കറിയാം, വലിയ മഞ്ഞുമലകളെ ഉരുക്കി, സാധാരണ ചൂട് വർദ്ധിക്കുമ്പോൾ വെള്ളം നീരാവിയായി പോയി കടലിലൊക്കെ വെള്ളത്തിന്റെ ലെവൽ കുറയണം. പക്ഷെ CFC മുഖാന്തരം ഉണ്ടാകുന്നത്, ആഗോളതാപനം ഉണ്ടാക്കുന്നത്, വലിയ പർവ്വതങ്ങളെ, മഞ്ഞുമലകളെ ഉരുക്കിയിട്ട് ആ മഞ്ഞുമലകളിൽ നിന്നുള്ള വെള്ളം സാഗരങ്ങളിലെത്തി കര വരെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നാണ് പുതിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണം മനുഷ്യന്റെ വിവേകപൂർണമല്ലാത്ത ഇടപെടലുകളാകുന്നു എന്നും മോഡേൺ സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആകാശവും ഭൂമിയും അള്ളാഹു സുരക്ഷിതമായിട്ടാണ് സൃഷ്ടിച്ചത്. ഇപ്പൊ സൂര്യൻ നിൽക്കുന്ന പൊസിഷൻ സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയാണ്. അത് അതായത് സൂര്യന്റെ വേഗത സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയാണ് ഒരു സെക്കൻഡിൽ. ഭൂമിയുടെ വേഗത സെക്കൻഡിൽ 30 കിലോമീറ്ററാണ്. 5600 ഒരു സെക്കൻഡിൽ സൂര്യനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഊർജം കണക്കാക്കാനാവാത്തതാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഈ സൂര്യൻ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരൽപ്പം, 1 ഇഞ്ച് താഴോട്ട് താന്നാൽ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ മുഴുവനും കരിഞ്ഞ് ചാമ്പലായി. ഒരൽപ്പം മേലോട്ട് ഉയർന്നാൽ സൂര്യന്റെ നിലനിൽപ്പുമായി അതിന്റെ ഡിഫറൻസ് ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ, അതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം വന്നാൽ ഭൂമി തണുത്ത് മരവിച്ച് മനുഷ്യവാസം ഈ ഭൂമിയിൽ യോഗ്യമല്ലാതായി തീരും എന്നും മോഡേൺ സയൻസ് പറയും. എന്തിന് ഞാൻ മതം സുരക്ഷയാണ് എന്ന വിഷയത്തിൽ ഇത് അവതരിപ്പിച്ചേ? ഇതിന്റെ കണക്ഷൻ എവിടെയാ? അത് വളരെ ഗൗരവമായി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയും. അതായത് അള്ള വെച്ച ഭൂമിയും സൂര്യനും ചന്ദ്രനും പ്രപഞ്ചവും എല്ലാം എന്താണ്? മനുഷ്യർക്ക് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്നു എന്നാണ് തെളിയിക്കുന്നത്. മനുഷ്യന്റെ ഇടപെടലുകളാണ് അതിനെ മങ്ങം വീഴ്ത്തുന്നത് എന്നും മോഡേൺ സയൻസ് പറയും. അപ്പൊ ആകാശം, ഭൂമി, ഗോളങ്ങൾ, അതിലെ സാഗരങ്ങൾ, അതിലെ സംവിധാനങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആണ്. അള്ളാഹു പറയുന്ന ഒരു കാര്യം സൂറത്ത് മുൽക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 60-ാം അധ്യായം തുടക്കത്തിലെ 3-4 വചനങ്ങൾ. അതെന്താ പറയുന്നത്? ആകാശത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കണ്ണോടിക്കൂ. വല്ല ന്യൂനതയും നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? വല്ല സുരക്ഷിതത്വത്തിന് വിരുദ്ധമായ എന്തെങ്കിലും നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? ഇല്ല എന്നാണ് ഖുർആൻ പറയും. നിങ്ങളുടെ കണ്ണുകൾ നിരാശപ്പെട്ട് മടങ്ങി വരും. അപ്പൊ സൂര്യന്റെ, ചന്ദ്രന്റെ, ഗാലക്സികളുടെ എല്ലാം സൃഷ്ടിപ്പിൽ മനുഷ്യരുടെ സുരക്ഷിതത്വത്തെ അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. ഈ ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അള്ളാഹു സൃഷ്ടിച്ച സൂര്യനാവാം, ചന്ദ്രനാവാം, ആകാശഭൂമികളാവാം, ഗോളങ്ങളാവാം, സർവ്വചരാചരങ്ങളാകാം, ഇവൻ കൊതുക് വരെ മനുഷ്യന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കൊതുക് ചിലപ്പോൾ ക്യുലക്സ് വർഗത്തിൽപ്പെട്ട കൊതുക് രോഗമുണ്ടാക്കുന്നുണ്ടാകാം. അതുപോലും മനുഷ്യനുമായി ബന്ധപ്പെടുകയും മനുഷ്യന്റെ വൈദ്യശാസ്ത്ര പുരോഗതിയെ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഇതെല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ചിലതിന്റെ ഗുണം മനുഷ്യന് തിരിച്ചറിയാൻ കഴിയില്ല, ചിലതിന്റെ പ്രകടമായ ദോഷങ്ങളെ മനുഷ്യർ വിലയിരുത്തുന്നുമുണ്ടാകാം. എന്നാൽ ഈ പ്രപഞ്ചത്തെ ഇவ்விதം സംവിധാനിച്ചതിൽ താളപ്പൊരുത്തങ്ങളില്ല. അഥവാ
പൊരുത്തക്കേടുകളില്ല, താളപ്പൊരുത്തങ്ങൾ മാത്രമാണുള്ളത്. ശരി, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച അള്ളാഹു, ഇനി എന്റെ പോയിന്റ് അതാണ്, ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും സംവിധാനിച്ച അള്ളാഹു എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചും മനുഷ്യന്റെ ഘടനയെക്കുറിച്ചും പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഏറ്റവും ബെറ്ററായ ഘടനയാണ് മനുഷ്യന്റെ എന്നാ. അപ്പൊ മനുഷ്യന്റെ വിരല്, ആ വിരൽ ഇവിടെയല്ല, അല്ലെ മനുഷ്യന്റെ കണ്ണ് ഇവിടെയല്ല, അല്ലെ മനുഷ്യന്റെ മുടി ഇങ്ങനെയല്ല എന്നൊന്നും ആർക്കും ഇതുവരെ ഒരു അഭിപ്രായമില്ല. അത്ര പെർഫെക്റ്റ് ആണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ലോകത്തോട് പറയാൻ, പൊതുവായി ഇസ്ലാമിനെ ലോകത്തിന് അവതരിപ്പിക്കാൻ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പോയിന്റുകൾ. ആധുനിക സയൻസ് മനുഷ്യനിലേക്ക് എത്തിക്കുന്ന വളരെ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടുള്ള, ആന്തരികമായ അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളെ, ഇതെല്ലാം പെർഫെക്റ്റ് ആണ്. എങ്കിൽ എന്റെ ചോദ്യം, ഈ പ്രപഞ്ചത്തിലെ ഭൗതിക സൃഷ്ടികളെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ ആ പെർഫെക്റ്റായി ഇതിനെയൊക്കെ സംവിധാനിച്ച, അതിനെയൊക്കെ സുരക്ഷിതത്വത്തോടുകൂടി നിയന്ത്രിക്കുന്ന, യാതൊരു വ്യത്യാസവുമില്ലാതെ കൺട്രോൾ ചെയ്യുന്ന അല്ലാഹു അവതരിപ്പിച്ച മതവും സുരക്ഷിതമാകേണ്ടതില്ലേ? അതാണ് എന്റെ ചോദ്യം. അല്ലാഹു അവതരിപ്പിച്ച മതത്തിന് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടോ, കുറവുണ്ടോ? എന്തിനാ കുറവ്? മനുഷ്യരത് സ്വീകരിക്കുന്നിടത്തുള്ള ഏറ്റക്കുറവുകളെയും. മതത്തിന് എന്താ പോരായ്മ? മതം പഠിപ്പിച്ച ഏതാണ് മാനവിക വിരുദ്ധം? മതം പഠിപ്പിച്ച ഏത് ആശയമാണ് മാനവിക വിരുദ്ധം? മതം നോക്കിക്കണ്ട ഏത് സാമൂഹിക ബോധമാണ് മനുഷ്യർക്ക് വിരുദ്ധമായിട്ടുള്ളത്? ഇസ്ലാം പഠിപ്പിച്ച ഏതേത് കാര്യം? ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. സുരക്ഷിതത്വം എന്നതിനെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചിരുന്ന 2 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കറിയാം, ഷൂ ധരിക്കുന്നവരാണ് നമ്മളിൽ പുരുഷന്മാരും സ്ത്രീകളൊക്കെ നല്ലൊരു ശതമാനം. ഷൂ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ പരാമർശം എന്താ? ഞാൻ ഏറ്റവും ലളിതതയിൽ നിന്ന് വലിയ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ. ഒരു ഷൂ ധരിക്കുക, രാത്രി ചെന്നാൽ അത് നമ്മൾ അയച്ചു വെക്കും, മറുപടിയിലോ അല്ലെങ്കിൽ ചെരുപ്പ് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റാൻഡുകളിലോ എവിടെയും. റസൂലുള്ളാഹി പറയാണ്, രാവിലെ ആ ഷൂ ധരിക്കുമ്പോ പരിശോധിച്ചിട്ടേ ധരിക്കാൻ പാടുള്ളൂ. ആ ഷൂ അഴിച്ചു വെച്ചാൽ അത് പരിശോധിച്ചിട്ടേ ധരിക്കാൻ പാടുള്ളൂ. എന്താ കാരണം? ഷൂ എന്ന് പറഞ്ഞാൽ ഒരു ഗുഹ പോലെയാണ്, ഒരു കവറ് പോലെയാണ്. ഏഴജന്തുക്കൾക്ക് കയറി ഒളിക്കാൻ വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലമാണ്. എട്ടുകാലി കയറിയേക്കാം, പാമ്പ് കയറിയേക്കാം, തേട് കയറിയിരുന്നേക്കാം, പഴുതാര കയറിയിരുന്നേക്കാം, നമ്മെ കടിക്കുന്ന പല എന്തെങ്കിലുമൊക്കെ എന്തും, അതായത് പ്രാണിവർഗത്തിൽപ്പെട്ടതായൊക്കെ ഉണ്ടായേക്കാം. റസൂലുള്ള 14 നൂറ്റാണ്ട് മുമ്പ് പറയണേ, ഷൂ അഴിച്ചു വെച്ചാൽ പരിശോധിച്ചിട്ടല്ലാതെ പിന്നെ നിങ്ങൾ ധരിക്കാൻ പാടില്ല. ഇത് സുരക്ഷിതത്വത്തിന്റെ ആശയമാണോ? ആണോ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാതാവിന്റെ കയ്യിൽ കിടന്ന് ഒരു കുട്ടി കരഞ്ഞു കരഞ്ഞു മരിച്ചു. കരച്ചില് അധികമായപ്പോ ഡ്രസ് അയച്ചു, ആ കുട്ടിക്ക് അവർ വിശറി കൊണ്ട് വീശിക്കൊടുത്തു. എന്നിട്ടൊക്കെ കുട്ടി കരച്ചിലില്ല, കരച്ചിൽ നിൽക്കുന്നില്ല. അപ്പൊ ആളുകൾ പറഞ്ഞ ആ കുട്ടിയുടെ കാല് ധരിച്ച ഷൂ കൂടെ ഒന്ന് അയച്ചു നോക്കാം. അപ്പൊ ആ ഷൂലൊരു കറുത്ത തേളുണ്ടായി. ആ തേളിന്റെ പ്രഹരമേറ്റ് വിഷം കയറിയാണ് കുട്ടി മരിച്ചത്. ആ ഷൂ പരിശോധിച്ചിട്ടായിരുന്നു ധരിപ്പിച്ചതെങ്കിൽ മതം പഠിപ്പിച്ച ഷൂ പരിശോധിച്ചിട്ടല്ലാതെ ധരിക്കരുത് എന്നല്ലാണ്ട് പള്ളി കയറി തസ്ബീഹ് മാത്രം ചെല്ലാൻ പഠിപ്പിച്ച ഒരു മതമല്ല ഇസ്ലാം. റസൂൽ പറഞ്ഞു, എന്നും കിടക്കുന്ന ബെഡിൽ പ്രവേശിച്ചാൽ ആ വിരി മുട്ടിയിട്ടല്ലാതെ റീകണ്ടീഷൻ ചെയ്തിട്ടല്ലാതെ കിടക്കാൻ പാടില്ല. ഹദീസ, പ്രബലമായ ഹദീസ. മതത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ലളിതവശത്തുനിന്ന് ഞാൻ ആരംഭിച്ചാൽ, സഹോദര, ബെഡ്ഷീറ്റ് നമ്മൾ ചോദിക്കുക എന്നും കിടക്കണല്ലേ? തലയാണയുടെ കവർ നമ്മൾ എന്നും ഉപയോഗിക്കണല്ലേ? അല്ലെ നല്ല ശീതീകരിച്ച റൂമല്ലേ? അവിടെ എന്തിനാ സാധ്യത? വേണ്ട വേണ്ട, അത് പരിശോധിച്ചിട്ട് ധരിക്കണം. അഴിച്ചു വെച്ച പർദ്ദയെടുത്തോളും ചിലപ്പോ എട്ടുകാലി ഉണ്ടായിരുന്നുള്ളിൽ, വേറെ എന്തെങ്കിലും ഒന്നുണ്ടാവും. ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ചാടിക്കളി. എന്താ അള്ളാന്റെ റസൂൽ പറഞ്ഞ, ഡ്രസ് അഴിച്ചു വെച്ചാൽ പരിശോധിച്ചിട്ടല്ലാതെ ധരിക്കാൻ പാടില്ല. പാൻസ് അഴിച്ചു വെച്ചു, പരിശോധിച്ചിട്ടല്ലാതെ ധരിക്കാൻ പാടില്ല. സ്ത്രീകളോട് സെപ്പറേറ്റ് ചില ഉപദേശങ്ങൾ നൽകി പ്രവാചകൻ. നിങ്ങൾ ഗ്യാസ് ഓഫാക്കി വെക്കണം, ലൈറ്റ് അണച്ചു വെക്കണം, അടുപ്പിലെ തീ കംപ്ലീറ്റ് അണഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം, ഭക്ഷണപാത്രം മൂടി വെക്കണം, വെള്ളം ഓപ്പൺ ആക്കി വെക്കരുത്. എല്ലാം പ്രവാചകൻ. മതം സുരക്ഷിതമാകുന്നു എന്നതിന്റെ ഏറ്റവും ലളിതമായ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏത് കാര്യത്തിലുമുണ്ട്. ഇപ്പൊ കൊച്ചിയിലെ മട്ടാഞ്ചേരി, ഞാൻ വൈറ്റില പള്ളിയിലെ ഖത്തീബായിരുന്ന കാലത്ത് ആ പത്രം ഇപ്പോഴും തെരഞ്ഞാൽ കാണാം. കൊച്ചി എറണാകുളം എഡിഷനിലെ പത്രത്തിലെ വാർത്ത, മട്ടാഞ്ചേരിയിലെ ഒരു വാട്ടർ ടാപ്പിൽ നിന്ന് ഒരാൾ വാവച്ച് വെള്ളം കുടിച്ചു. ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. അയാളെ വായിലേക്ക് ഒരു പാമ്പ് കയറി, ചെറിയ ഒരു പാമ്പ് ആ വാട്ടർ ടാപ്പിന്റെ ഉള്ളിൽ നിന്ന്. കാരണം ഈ വാട്ടർ ടാപ്പ് എന്ന് പറഞ്ഞാൽ ജലം ഇങ്ങനെ നിൽക്കുന്ന സ്ഥലമാണ്, തണുപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഈർപ്പം നോക്കി അതിൽ കയറി ഇരുന്നാണെന്ത് ഈ ചെറിയ
ആ വളയമുള്ള അതിന് എന്താ ഇതിന് പറയുന്നത് അല്ലേ? ആ പാമ്പ് അയാളുടെ വായിലേക്ക് കയറി. ഇത് പത്ര ഔട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇസ്ലാം എത്ര സുരക്ഷിതത്വത്തിന്റെ മതമാണ്. പ്രവാചകൻ പറയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് വാട്ടർ ടേപ്പിൽ കൈവച്ച് വെള്ളം കുടിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാന്റെ റസൂല് പറയാണ് വാട്ടർ ടേപ്പിൽ വാവച്ച് വെള്ളം കുടിക്കരുത്, വാട്ടർ ടേപ്പിൽ വാവച്ച് വെള്ളം കുടിക്കരുത് എന്ന ഹദീസും മട്ടാഞ്ചേരിയിലെ ഈ വാർത്തയും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് നോക്കിയേ. വല്ലാത്തൊരു തത്വമാണ്, വല്ലാത്ത ഒരു സംഭവമാണ്. 10 വയസ്സുകാരൻ അമ്മയെ പ്രാപിച്ച രംഗം പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം 10 വയസ്സായാൽ കുട്ടികളെ മാറ്റിക്കിടത്തണം. മതത്തിന്റെ സുരക്ഷിതത്വത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സുരക്ഷിതത്വം എന്നത് സഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പദമാണ്. അതേ ഞാൻ പറഞ്ഞത് എന്ത് പ്രമേയം നല്ല മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടാവും, അത് എഴുതിയോനും വെച്ചോനും അതിന്റെ ഗൗരവ ഓർമ്മ ഉണ്ടാവില്ല, അത് ഉണ്ടാൻ പാടില്ല. ഞാൻ പറയുന്നത് 10 വയസ്സായാൽ കുട്ടികളെ മാറ്റിക്കിടത്തണം എന്ന് പറഞ്ഞു. ആങ്ങളെയും പെങ്ങളും കിടക്കാൻ പാടില്ലായിരുന്നു. 10 വയസ്സായ ആൺകുട്ടിന്റെ കൂടെ ഉമ്മ കിടക്കാൻ പാടില്ല. അള്ളാന്റെ ദീനിന്റെ ഒരു അപാരമായ അവസ്ഥ, പ്രത്യേകിച്ച് ആധുനിക ലോകം. ആ പത്രത്തിൽ നമ്മൾ വായിക്കണം 2.5 വയസ്സുള്ള ആൺകുട്ടിയെ ഏൽപ്പിക്കാൻ സുരക്ഷിതത്വം നൽകിയ ആയ ബലാത്സംഗം ചെയ്തു, പെണ്ണ് ആണിനെ ബലാത്സംഗം ചെയ്തു. കഴിഞ്ഞ ദിവസം പത്രത്തിലെ വാർത്തയിൽ 2.5 വയസ്സുള്ള പയ്യനെ 10-28 വയസ്സുള്ള പെണ്ണ് ആൺകുട്ടിയെ ഉപയോഗിക്കുക. വമ്പിച്ച പ്രശ്നമാണ് കേരളത്തിൽ നടന്ന്. ഞാൻ പറയുന്നത് ഈ ആയയെ അമ്മയും അച്ഛനെ ഏൽപ്പിച്ചാണ്. അവർ രണ്ടുപേരും ഉദ്യോഗസ്ഥന്മാരാണ്. ഉമ്മയും ബാപ്പയും ഉദ്യോഗസ്ഥന്മാരായാലും ഇങ്ങനെ ചിലതുണ്ടാവും. ആരെ ഏൽപ്പിക്കണേ? അന്യരല്ലേ. സുരക്ഷിതത്വത്തിനെ ഏൽപ്പിച്ച് ആയത്തിൽ ശമ്പളം കൊടുത്തത് എന്തിനാണ്? ഈ കുഞ്ഞിന്റെ സുരക്ഷിതത്വത്തിനെയാണ്. ഇവിടെ സുരക്ഷിതത്വം ഇല്ലാതെ പോയതെന്താ? നേരത്തെ അഷ്റഫ് ഖാൻ പറഞ്ഞ ഒരു വാചകം ഞാൻ കടമെടുത്ത് പറയുകയാണ്. ഏതൊരു സംഗതിയുടെ വ്യവസ്ഥക്കാണോ കുഴപ്പം? അല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറഞ്ഞൊരു വാചകമുണ്ട്. എല്ലാവരും കുറച്ചൊക്കെ ഒന്ന് ഫോർവേഡ് ആകാം. എല്ലാവർക്കും ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് വരാം. ഒരു വാക്കും ഞാൻ ഈ പ്രസംഗിക്കുന്നതിൽ ഒരു വാക്കും നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത ആകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു പാർട്ടിയും ഒന്ന് അടിവരട്ടോളി. വേണമെങ്കിൽ അത് ആ ക്ലിപ്പിംഗ് മാത്രം ഫോണിൽ കയറ്റി കുറച്ചു കാലം കേട്ടുകളി. അതായത് ഒരു പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളോളം ചീത്തയല്ല. ഞാൻ എന്റെ ഉപ്പാന്റെ ഡയറിയിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ ഉദ്ധരണി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിലെ വാചകം ഞാൻ വായിക്കുന്നത്. സഹോദരങ്ങളെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാചകം എന്താണ്? ഒരു പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളോളം ചീത്തയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? നെഹ്റു വിശദീകരിക്കുന്നുണ്ട്. വളരെ മഹത്വരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടികളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കപ്പെടുക. പിന്നതെന്താവും? നേരത്തെ അഷ്റഫ് പറഞ്ഞ വാചകം തന്നെ എടുത്തോ. ആളായി, അർത്ഥമായി, സ്ഥാപനമായി, നേതൃത്വമായി, പബ്ലിസിറ്റി ആവുമ്പോ ഓനെ തോന്നുകയാണ് ഞാൻ എന്തോ ആണ്, ഇതെല്ലാം എന്റേതാണ്. അതാ കുഴപ്പം. ഓന്റെ മനസ്സിനാ കുഴപ്പം. സ്ഥാപനം ഒരുപാട് ഉയർന്നു. ഇന്ന് വരെ ഒരു സ്ഥാപനത്തിലും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഈ ഉള്ളവന് ഇരുന്നിട്ടില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാൻ, ഒന്നും തോന്നിയിട്ടില്ല. 50 കോടിയുടെ സ്ഥാപനം ഉണ്ടായി. നമുക്കെന്താ 50 കോടി അമാനത്തല്ലേ, പാവങ്ങളുടെ അല്ലേ, കഷ്ടപ്പെട്ടവരുടെ അല്ലേ, ത്യാഗമനുഭവിച്ചവരുടെ അല്ലേ. അപ്പൊ മനസ്സിനാ കുഴപ്പം. നേരെ 50 കോടിയുടെ ഒരു മുതലല്ലേ, ഞാൻ അതിന്റെ ഡയറക്ടറാട്ടെ എന്ന് ഒരുത്തം വിചാരിച്ചു. ഓനെ അതിന് മെനക്കെട്ടാലോ? കുഴപ്പം എന്റെതാ, സ്ഥാപനത്തിന്റെ അല്ല. അത് വളരെ ഗൗരവമാണ്, അപാരമായ ഒരു പോയിന്റുമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ എത്ര സത്യമാണ്. ഏതൊരു പാർട്ടിയും അവരുടെ ലക്ഷ്യം എന്താ പറയാ? RSS രൂപീകരിച്ചോ പറഞ്ഞ് ഞങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലാനാ ഉണ്ടാക്കിയെന്ന് അല്ല. NDF ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വേറുള്ളവരെ നശിപ്പിക്കാന് അല്ല. കൊല്ലത്തിനും നല്ല ലക്ഷ്യമുണ്ട്. കാലാട് പിന്നിടുമ്പോ എല്ലാം കാണാം മൂർക്കമ്പാമ്പാകുന്നത്. ആദ്യം ചേരയായിരുന്നു, പിന്നെ വെള്ളിക്കെട്ടനായി, പിന്നെ കരിമൂർക്കനായി, പിന്നെ രാജവമ്പാലയായി. ആരുടെ കുഴപ്പം? ഓനെ വളർത്തിയെടുത്ത സിറ്റുവേഷൻ, ഓന്റെ സാഹചര്യം, ഓനെന്ന വ്യക്തി, ഓനെ രൂപപ്പെടുത്തിയ സന്ദർഭം. 99 പേരെ കൊന്നു ഒരാള്. പ്രവാചകനാ പറഞ്ഞ് 99 പേരെ കൊന്നു ഒരാള്. അപ്പോ അയാൾ ഒരു ആബിദിനോട്, ആബിദും മാലിമും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലായിക്കോളി. ആബിദും മാലിമും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ആബിദിന്റെ അടുത്ത് എന്നോട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നു. 99 ആളെ കൊല്ലുകാരന മഹാപാവാണല്ലോ, ഭയങ്കരമായ ഒരു തെറ്റാണല്ലോ. അപ്പൊ എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ച അയാള്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ഏതൊരു വ്യക്തിയുടെയും ഏതൊരു മനുഷ്യന്റെയും എന്തൊരു വിഷയത്തെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. ആബിദായ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്നു. ഒരാബിദിന്റെ മനോഗതം ഭക്തി നിർഭരമാണ്, ഇൽമിൽ അധിഷ്ഠിതമല്ല. അത് ഭക്തി നിർഭരമാണ്. ആ ആബിദ് പറയാണ്, 99 പേരെ കൊന്നില്ലേ, അന്യായമായ കൊലപാതകം വലിയ പാവ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അള്ള പുറത്തു തരൂല, അള്ള നിങ്ങൾക്ക് പുറത്തു തരൂല. നോക്കണം നിങ്ങള്. അപ്പൊ അയാളെയും കൊന്നു, ആ ആബിദിനെയും കൊന്നു അയാള്. നോക്കണോ, അയാളെ കൊല്ലാനുള്ള കാരണം എന്താ? തൗബല്ലാന്നിട്ട് ദേഷ്യം പിടിച്ചു.
അപ്പൊ അയാളുടെ ഇബാദത്തും ഇൽമും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ 100 തികച്ചു. 100 തികച്ചതിന് ശേഷം അയാൾ ഒരു ആലിമിനെ പോയി കണ്ടു. ആലിമിനോട് ചോദിച്ചാൽ 100 പേരെ കൊന്നിട്ടുണ്ടല്ലോ. ആലിമിന്റെ അവസ്ഥ എന്താ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് എന്ന അയാളുടെ അറിവ്. എത്ര വലിയ പാപം ചെയ്താലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമർ 53-ാമത്തെ വചനം. ആ വാചകത്തിന്റെ ആശയം പഠിച്ചിട്ടുള്ള പണ്ഡിതൻ, ലോകത്ത് അള്ളാഹിനെ പറ്റി അറിയാവുന്ന ആള്, വഅലമു, നിങ്ങൾ അള്ളാഹിനെ പറ്റി അറിയണം, ഏറെ പൊറുക്കുന്നവനാണവൻ. അതുകൊണ്ട് അയാളുടെ ഇൽമി വെച്ചിട്ട് അയാൾ പറഞ്ഞു, എന്ത്, നിങ്ങൾ 100 പേരെ കൊന്നത് പാപം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹ് ഒരിക്കലും പൊറുക്കൂലെന്നില്ല. ഒരിക്കലും പൊറുക്കാത്ത പാപം ശിർക്കാൻ. പിന്നെ എന്താ നിങ്ങളെ കുഴപ്പം? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. വടുതലയില് ഞാൻ ഒരുപാട് പ്രസംഗം ചെയ്തിട്ടുണ്ട്. ഇതെന്റെ 1ാമത്തെ പ്രസംഗമൊന്നുമല്ല. എനിക്ക് തന്നെ നിശ്ചയമില്ല, ഈ പരിസരത്ത് ഞാൻ ഒരുപാട് പ്രസംഗം ചെയ്തിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇപ്പം 3ആവാം 4ആവാം 1ആയപ്പോ അന്ന് മുതൽ തുടങ്ങിയാണ്. ഒരു 18 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ പ്രസംഗിക്കുന്നു. ഈ പ്രസംഗം നിങ്ങൾക്ക് പുത്തിരിയല്ല. പക്ഷെ നിങ്ങൾ എന്റെ വാചകം ശ്രദ്ധിച്ചാൽ, അത് അന്ന് ശ്രദ്ധിച്ചാലും ഇന്ന് ശ്രദ്ധിച്ചാലും എപ്പോ ശ്രദ്ധിച്ചാലും അതിന് എത്രയോ വർഷം കഴിഞ്ഞാലും അതിന് മൂല്യം ഉണ്ടാവും. കാരണം സ്വന്തമായ ഒരു അഭിപ്രായം മത്തിന്റെ പേരിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളൊരു ആളല്ല. എന്റെ ജീവിതം ഞാൻ പറയും. ഞാനിത് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യത്വത്തോടുകൂടി പറയാൻ. സഹോദര, 100 പേരെ കൊന്നിട്ട് അയാളോട് നിങ്ങൾക്ക് തൗബണ്ട് എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 100 പേരെ കൊന്നുക എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ 5-ാം അധ്യായം 32-ാമത്തെ വാചകം കേട്ടൊരുത്തന് 100 പേരെ കൊന്നവന് തൗബണ്ട് എന്ന് പറഞ്ഞാൽ ഓനെ വിടാവോ എന്നേ തോന്നു. ആ ആയത്ത് കേട്ടാൽ മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ. അല്ലാഹു പറയാൻ, ബനു ഇസ്രായേലുകളോട് നാം കരാറ് വാങ്ങി, അവരുമായി നാം ഒരു രേഖയിൽ ഒപ്പിട്ടു. എന്താ രേഖ? അന്യായമായ ഒരു മനുഷ്യനെയും കൊല്ലരുത്. അപ്പോ അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമാ ഖത്തലന്നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. സൂറത്ത് മാഇദ 5-ാം അധ്യായം 32. എന്താ ഇതിനർത്ഥം? അകാരണമായി അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ, ഇയാൾ 100 പേരെയാ കൊന്ന്, ഒരു കാരണവുമില്ലാതെ, റിപ്പർ ചന്ദ്രനെ പോലെ ഹോബിയായിരുന്നു ആളുകളെ കൊല്ലര് അല്ലേ? എന്നിട്ട് പോലും അല്ല പറഞ്ഞ എന്താ? അന്യായമായ ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയെന്നാ. അതായത് ഞാൻ, ഈ മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറയുന്ന ഞാൻ, ഒരാളെ കൊല്ലുന്നത് വിചാരിക്കാൻ അന്യായമായി എങ്കിൽ 714 കോടി മനുഷ്യരെയും കൊന്ന പാപിയാ ഞാൻ. അപ്പൊ ഞാൻ 100 പേരെ കൊന്നാലോ? 714 കോടി മനുഷ്യരെ കൊന്ന പാപി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആന്റെ പ്രകാരം. ഒന്നുകൂടെ മനസ്സിലാവണുണ്ടോ? മനസ്സിലാവണില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. മനസ്സിലാക്കിയിട്ട് പോണം. എവിടെങ്കിലും വാവ് വളർന്ന് കേട്ട് ആ ജില്ലാ സമ്മേളനത്തിൽ പോയിരുന്നു. ജക്കരിയ സുലൈ എന്തായി പറഞ്ഞു? പി കെ ശ്രീം എന്താ പറഞ്ഞു? എന്ന് പറയുന്ന ആളുകൾ ഇനി ആവശ്യമില്ല. കേട്ട് നന്നാകാൻ തയ്യാറുള്ളൊരു മതി ഇതില്. മനസ്സിലായോ? വെറുതെ 10 റുപ്യ എടുത്ത് മെമ്പർഷിപ്പിൽ ഒപ്പിടണ്ട. അപ്പൊ 10 റുപ്യ എടുത്ത് കട്ടൻ ചായ പിടിച്ചോ, നമുക്ക് ആശ്വാസം കിട്ടും. മറ്റേത് വെറുതെ ഇപ്പൊ. അതുകൊണ്ട് ശരിക്ക് പറയണം, നല്ലോണം കേട്ടോ. 100 പേരെ കൊന്നവൻ 714 കോടി മനുഷ്യരെ കൊന്ന പാപിയ. എന്നിട്ട് പോലും ആലിമ് പറയുന്ന വാക്കെന്താ? ഇല്ല, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും, സാരമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. അതെന്താ? അതാ മനുഷ്യരോടുള്ള സ്നേഹം. മനസ്സിലായോ? എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല. നിങ്ങളെ ജീവിച്ച സിറ്റുവേഷൻ വളരെ മോശം. ഇവിടെ നിന്ന് ഇനി നിങ്ങൾ കൊലപാതകയാവും. ഈ നാട് അത്ര ശരിയല്ല, നിങ്ങൾ ജീവിച്ചു പോകുന്ന അവസ്ഥയും അത്ര ശരിയല്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറയാ ഒരു കാര്യം, നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു നാടുണ്ട്. അത് നമുക്കറിയാം. ഇപ്പൊ കേരളത്തിൽ ചില സ്ഥലം ഞാൻ എന്റെ നാട്ടിൽ നിന്ന് മാറി താമസിച്ച ഒരാളാണ്. എന്റെ നാട് ബാലുശ്ശേരിയാണ്, മുജാഹിദ് മഹല്ലാണ്. വേറെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ഇപ്പൊ സുന്നിയുണ്ട്, ജമാഅത്തുണ്ട്, ബാക്കിയുള്ളവരൊക്കെ. ലീഗിനൊന്നും ഒരു മീറ്റിംഗ് കൂടാൻ ഒരു ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല ബാലുശ്ശേരിയിൽ. അപ്പൊ അതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ആ ബാലുശ്ശേരിയിൽ മുജാഹിദുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ജീവിക്കാൻ ഏറ്റവും വെറുപ്പുള്ള നാട് എന്റെ നാടായിരുന്നു. ഞാൻ മാറി താമസിച്ചു. കാരണം അവിടുത്തെ മുജാഹിദുകൾ ഏറ്റവും മോശമായി. എത്ര നന്നാക്കിയിട്ടും നന്നായില്ല. മനസ്സിലായില്ലേ? എത്ര നന്നാക്കിയിട്ടും നന്നായില്ല. ഒടുവിൽ എനിക്ക് നിർബന്ധം ഒന്ന് മാറണം, ഈ നാട്ടിൽ നിന്ന് മാറണം. എങ്ങനെ മാറണോ? ആജീവനാന്ത മാറ്റല്ല. ജനങ്ങൾക്ക് എന്താ? നാടും നഗരവും ഒക്കെ കേടുവരും. പക്ഷെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു വരും, ജനങ്ങളിലേക്ക് മടങ്ങിപ്പോവും, ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലും. ജനങ്ങളെ മടുക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ മടുപ്പാണ്. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. നിങ്ങളെ ശരിക്കും മനസ്സിലായി, അത് ശരിയല്ല. യൂനുസ് നബിക്ക് ആളുകളെ മടുത്തു. യൂനുസ് നബി പോയി. പക്ഷെ അല്ലാഹ് യൂനുസ് നബിയെ കുറ്റപ്പെടുത്തി, നാട്ടുകാരല്ല. നാട്ടുകാർ മോശമായിരുന്നു. യൂനുസ് നബി ആ മോശം സഹിക്ക വയ്യാതാ പോയത്. ആ പോക്കിൽ മാതൃ കണ്ട് നല്ല പറഞ്ഞ്
ആ പോക്ക് ശരിയല്ല എന്നാ പറഞ്ഞത്. ആളുകൾ കേട് വന്നോട്ടെ, എന്നാലും നിങ്ങൾ നല്ലോലെ അവിടെ വെക്കണം. നല്ല ആൾ അവിടെ നിന്ന് പോയി കേടുന്നോലെ മാത്രം ഒറ്റക്കാക്കിയാലോ ഓല നന്നാക്കാൻ വേറെ ആരാളുള്ള അവിടെ? ഓല നന്നാക്കാൻ വേറെ ആരുള്ള അവിടെ? ഏറ്റവും പ്രധാനമായ പോയിന്റ് എന്നറിയോ? യൂനുസ് നബി പോയി, മടുത്തിട്ട് പോയി. യൂനുസ് നബി എന്ന് പറയാണ്, യൂനുസ് നബീനെ കുറ്റപ്പെടുത്തി പറയാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ ലാലിമായി പോയി. ഓല് ലാലിമായി എന്നല്ല, ഓല് ലാലിമായതുകൊണ്ട് ഞാൻ മനഹജു സലഫ് കൃത്യമായിട്ട് ഇലാക്കാൻ വേണ്ടി ഞാനതാണ് പോയി എന്നല്ല. അല്ല അല്ല അല്ല, അതിന് ഇസ്ലാമ തെളിവില്ല അർത്ഥം. അത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് തെറ്റുപറ്റാ, അറിവ് കുറയുമ്പോ തെറ്റുപറ്റും, അറിവ് കൂടുമ്പോ തെറ്റ് തിരുത്തും. അറിവ് കൂടുമ്പോ തെറ്റ് കൂടുതൽ ചെയ്യുന്നുണ്ട്, അറിവ് കൂടുമ്പോ തെറ്റ് കുറയവണ്. ജീവിതത്തിൽ മുജാഹിദുകളെ നമ്മളിലാണ് കേരളക്കരക്ക് പ്രതീക്ഷ. കേരളക്കരയിൽ പ്രതീക്ഷ നമുക്കാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം. പോലീസുകാർ നമ്മുടെ പ്രവർത്തനം അറിയാൻ വേണ്ടി വിളിപ്പിച്ച കൂട്ടത്തിൽ ഈ ഉള്ളവനും പോയിരുന്നു. പോലീസുകാർ പറഞ്ഞ വളരെ പ്രധാന കാര്യം, കേരളത്തിൽ ഞങ്ങൾക്ക് തലവേദന ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് ഞങ്ങൾ അത്ര അവരെ ശ്രദ്ധിക്കാറില്ല. തീവ്രവാദമോ ഭീകരവാദമോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണ് ഒരു നൂറ്റാണ്ടിന് അവരുടെ ചരിത്രം വിലയിരുത്തിയ ഞങ്ങൾക്ക് മനസ്സിലായി. അത് നമുക്കൊരു ക്രെഡിറ്റാ. നമ്മളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ നാട്ടിലെല്ലാവരും പറയും മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രശ്നം ഉണ്ടാവുമ്പോൾ നാട്ടുകാർ വിഷമിക്കും. എന്താ? ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് ഗുണങ്ങൾ അവരോടൊപ്പം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിലും നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ല. AP കാന്തപുരം ഉസ്താദിന്റെ അനുയായികളിൽപ്പെട്ട പെൺകുട്ടികൾ അവർ പഠിക്കുന്നുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം നേടിക്കൊടുത്ത സ്വാതന്ത്ര്യ. ഉസ്താദുമാർ പറഞ്ഞ് പഠിക്കാൻ പാടില്ല എന്നാണ്. മണ്ണാർക്കാട് പ്രമേയത്തിൽ പഠിക്കാൻ പാടില്ല എന്നാണ്. പെൺകുട്ടി പഠിക്കാൻ പാടില്ല. പഠിച്ചാലും ദോഷമുണ്ട്, പഠിച്ചില്ലെങ്കിലും ദോഷമുണ്ട്. അപ്പൊ എന്താ വേണ്ടത്? ദോഷമില്ലാത്ത വിധം പഠിക്കുക, ദോഷമുള്ള പഠിപ്പ് വേണ്ടാന്ന് വെക്കുക. അല്ലാതെ പഠിപ്പ് തന്നെ വേണ്ട, അല്ലാതെ പഠിപ്പ് തന്നെ വേണ്ട, പഠിച്ചോട്ടെ, കൂടുതൽ പഠിച്ചോട്ടെ, ദോഷം ഉണ്ടെങ്കിലും എന്ന് വെക്കല്ല. അത് രണ്ടിന്റെ ഇടയിലും വസത്തായ ഒരു തീരുമാനം ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോകാൻ. ലോകത്ത് മനുഷ്യർ നന്നാകാൻ പല കാരണങ്ങൾ ഉണ്ടാവാം, കേടുവരാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. അത് അന്വേഷിച്ച് ചെല്ലേണ്ടവരാണ് നമ്മൾ. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, 100 പേരെ കൊന്നു. അയാള് നല്ലൊരു നാട്ടിലേക്ക് നിയ്യത്ത് വെച്ച് പോവുകയാണ്. നന്നാകണം, നല്ല മനുഷ്യന്മാരെ കൂടെ ജീവിക്കണം, അവിടെ പോകണം, അവിടെ പോയിട്ട് അവരോടൊപ്പം ജീവിക്കണം എന്നുള്ള നല്ല ആഗ്രഹം. അങ്ങനെ പോകുന്ന പോക്കിൽ അയാൾ മരിച്ച് അയാൾ സ്വർഗാവകാശിയാണെന്നുള്ള വിവരം കൊടുത്തു. സുഹൃത്തുക്കളെ, 100 പേരെ കൊന്ന മനുഷ്യൻ. ഇനി നബിയും സഹാബത്തിരിക്കുന്ന ഒരു സദസ്സ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെയാണ് ഞാൻ മുന്നിൽ കാണുന്നത്, മുജാഹിദുകളോടല്ല. ആരെയും വിമർശിക്കല്ല, എല്ലാരോടും ചിന്തിക്കാൻ വേണ്ടി പറയാൻ. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ കൂടെ ഇരിക്കുകയാണ്. സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വഹാബിമാരുടെ കൂടെ ഇരിക്കുന്ന റസൂല് അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു വ്യക്തിയുടെ കഥ. അയാള് നടുറോട്ടിലിറങ്ങി. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഒരു വേശ്യക്ക് അയാള് സദക്ക ചെയ്തു. ആ നാട്ടിലെ പ്രമുഖയായ ഒരു വേശ്യക്ക്, എല്ലാരും ശ്രദ്ധിച്ചു, ഇസ്ലാം എന്താന്ന് ഒന്ന് മനസ്സിലാക്കിക്കൂടി എല്ലാരും. ഒരു വേശ്യ ഹറാമല്ലേ? ഹറാമല്ലേ? വ്യഭിചാരം ഹറാമല്ലേ? വലിയ പാപമല്ലേ? ചെയ്യാൻ പാടില്ലാത്തല്ലേ? ശരി, അങ്ങനെ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കണ്ട് അവൾക്ക് എന്ത് ചെയ്യാണ്? അവൾക്ക് പണം കൊടുക്കുകയാണ്, സദക്ക കൊടുക്കുകയാണ്. ആര്? ഒരു മനുഷ്യൻ. നാട്ടുകാരെ അയാളെ പിടിച്ചു. റസൂലുള്ള പറയാ. അപ്പൊ സഹാബികൾ എന്നെ ആശങ്ക പറഞ്ഞു, നബിയെ, വ്യഭിചരിച്ചോക്ക് സദക്ക കൊടുക്കുകയെ, വ്യഭിചാരിണിക്ക് സദക്ക കൊടുക്കുകയെ, വ്യഭിചരിച്ചു കൊണ്ടിരിക്കവേ സദക്ക കൊടുക്കുകയെ, അത് അയാൾ ചെയ്ത് ശരിയായില്ല. അപ്പൊ റസൂലുള്ള പറയാണ്, നിങ്ങൾ പറഞ്ഞു തന്നെയാണ് അയാളോട് നാട്ടുകാരും പറഞ്ഞു. നാട്ടുകാർ തർക്കിച്ചു അയാളോട്, വേശ്യക്ക് പണം കൊടുക്കുകയെ, എന്താ ഇത് കഥ എന്നൊക്കെ ചോദിച്ചു. പിറ്റേന്ന് ഒരു മോഷ്ടാവിന് ഇതുപോലെ അയാൾ പണം കൊടുത്തു. കളവ് നടത്തുന്ന ഒരുത്തന്, വീട് വിടാന്തര കയറി മോഷ്ടിക്കുന്ന ഒരാൾക്ക്, ആളെ പിടിച്ചു പറിക്കുന്ന ഒരാൾക്ക് സദക്ക കൊടുത്ത് ഇയാള്, അതും ഇതുപോലെ വിമർശിക്കപ്പെട്ടു. പിറ്റേ ദിവസം ഒരു ധനികന് ഇയാൾ പണം കൊടുത്തു. ഇത് മൂന്നും ആ നാട്ടുകാരെ വിമർശിച്ചു. ധനികനാ പണം കൊടുക്കണ്ടേ? പാവപ്പെട്ടവർക്കല്ലേ? പണക്കാരനാ പൈസ കൊടുക്കണ്ടേ? പാവപ്പെട്ടവർക്കല്ലേ? കള്ളനാ പൈസ കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു അവര്. അതിന് റസൂലുള്ളാഹിന്റെ വിശദീകരണം കേട്ടോളി. റസൂലാ നമുക്ക് മാതൃക. സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തിരുമേനി. സുഹൃത്തുക്കളെ, നന്നാകാൻ കുറച്ച് പണിയുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വേശ്യക്ക് പണം കൊടുത്തല്ലോ, അതെന്തുകൊണ്ട്? ആ സ്ത്രീ യാതൊരു നിർവാഹവുമില്ലാത്തതുകൊണ്ട്, ജീവിക്കാനും മക്കളെ പോറ്റാനും മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് സ്വന്തം ശരീരം വിൽക്കേണ്ടി വന്നവളാണ്. പണം കിട്ടിയാൽ അവൾ വ്യഭിചരിക്കില്ല. അതുകൊണ്ട് അയാളുടെ പണം ആ വ്യഭിചാരത്തിന് അവിടെ രക്ഷപ്പെടുത്താൻ, പണം കിട്ടിയാൽ വ്യഭിചരിക്കില്ല എന്ന മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണ് അവൾക്ക് അത് കൊടുത്തത്. എല്ലാരും ഓർക്കണം,
എല്ലാരും ഓർക്കണം. രണ്ടാമത്തതോ മോഷ്ടാവ് പണമില്ലാത്തോണ്ടാ മോഷ്ടിച്ചേ, രക്ഷയില്ലാത്തോണ്ടാ മോഷ്ടിച്ചേ, ഗത്യന്തരമില്ലാത്തോണ്ടാ മോഷ്ടിച്ചേ. എന്റെ പണം കിട്ടിയാൽ അയാൾ മോഷണം നിർത്തുമെന്നറിയാം. അങ്ങനെ റസൂൽ അതിന് സപ്പോർട്ട് ചെയ്തു. അതുപോലെ എന്താ സമ്പന്നന് പണം കൊടുത്തത്? സമ്പന്നന് അറുപിശുക്കനായിരുന്നു. അറുപിശുക്കൻ സമ്പത്തുണ്ട്, കൊടുക്കൂല. പക്ഷെ ഞാനൊരു മീഡിയം സൈസ് ആളാ, ഞാൻ കൊടുത്താൽ എന്നേക്കാൾ സമ്പത്ത് കുറഞ്ഞവർ വരെ എത്ര ദാനം ചെയ്യുന്നു സമ്പന്നന്മാർക്ക് വരെ എന്ന് അയാൾക്ക് പ്രചോദനായിട്ട് അയാളെ സമ്പത്തുനിന്ന് അയാൾ ദാനം ചെയ്തേക്കാം. അപ്പൊ കുറ്റവാളികളോട് വരെ അവരെ നന്നാക്കാനുള്ള ഇസ്ലാമിന്റെ സമീപനം അപാരമാണ്. ഞാൻ വളരെ ഗൗരവമായി സംസാരിക്കുന്നു. സഹോദരങ്ങളെ, ഇതിലെ ഒരു വാക്കും നിങ്ങൾ തള്ളിക്കളയരുത്. നമുക്കൊക്കെ ജീവിതത്തിൽ ന്യൂനതകൾ ഉണ്ടാവാം, ശരിതെറ്റുകൾ ഉണ്ടാവാം. അതെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കുല്ലും മൗലൂദിൻ യുലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും പരിശുദ്ധരായിട്ടാണ് ജനിക്കുന്നത്. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. പിന്നെ എങ്ങനെ അവർ കേടുവന്നു? ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കുറ്റവാളികൾക്ക് ഏറ്റവും സുരക്ഷിതത്വം എവിടെയാന്ന് വെച്ചാൽ കോഴിക്കോട് ജയിലിലാന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വേദനയുണ്ട്, അല്ലേ? അതായത് കുറ്റവാളി പുറത്തുക്കുമ്പോ ചിലപ്പോ കള്ള് കിട്ടിയില്ലാന്ന് വരും, ചിലപ്പോ പെണ്ണ് കിട്ടിയില്ല. കള്ളും പെണ്ണും എല്ലാം തോന്നിയാൽ ഒന്നിച്ച് കിട്ടണേ പോലീസുകാരെടുത്ത് പോയി നിൽക്കണം എന്നൊരു അനുഭവം കേരളത്തിലുണ്ടെങ്കിൽ ഈ കാക്കിക്കൊന്നും ഒരു പ്രസക്തിയില്ല. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രശ്നമില്ല. പിന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അത്രേ. ഞങ്ങൾ മറ്റേ കുത്തിപ്പൊക്കൂല, നിങ്ങൾ ഇതും ആക്കരുത്. ഇങ്ങനൊക്കെ രാഷ്ട്രീയക്കാരെ ഒന്നിച്ചു കൂടാണ് പിന്നെ ആരിലും വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പണ്ട് കാലത്ത് യൂസുഫ് നബി ജയിൽ തെരഞ്ഞെടുത്തു. എന്തിന്? പാപം ചെയ്യാതിരിക്കാനും നന്നാകാനും ജയിൽ തെരഞ്ഞെടുത്തു. ഇന്ന് ചെറിയ കൊട്ടേഷൻ പാർട്ടികളും കള്ളന്മാരൊക്കെ വിചാരിക്കണോ എങ്ങനെ കൊടുത്തന്നെ പള്ളക്ക് കുത്തി ജയിലിലെത്തിയ, അതും കോഴിക്കോട് ജയിലിലെത്തിയാൽ ഇൻഷാ അല്ലാഹ് കോയിറച്ചി എന്നും തിന്ന, എന്നും കള്ളുടിക്കുക. പോലീസുകാർ കാക്കി ധരിച്ച് ടൂ വീലറുമ്പോ പോയി കള്ളിച്ചാപ്പിന് മുമ്പ് ക്യൂ നിന്ന് കള്ളു വാങ്ങി കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്ത് വായിൽ ഒഴിച്ചു കൊടുത്തോല് ചുണ്ടും തുടച്ചു കൊടുക്കൂ. ആണും പെണ്ണും കട്ടോല്. ആലോചിച്ചു നോക്കണം നിങ്ങൾ. കാക്കി ഹൃദയത്തിലാണോ ധരിക്കണത്? പൂണൂല് ഹൃദയത്തിലെ ധരിക്കണത്, ധാർമ്മികതയുടെ പൂണൂല് ധരിക്കണത്. മനസ്സിലായി? ആർക്കാ അവിടെ പ്രതീക്ഷ? മതക്കാരിൽ പ്രതീക്ഷ ഉണ്ടോ? നിങ്ങളിലും എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? തിരുത്തണം. സ്വയം മാറ്റത്തിന് തയ്യാറില്ലാത്ത ഒരു ജനതയെയും അള്ളാഹു മാറ്റൂല. ഇന്ത്യൻ പാർലമെന്റിൽ എഴുതി വെച്ച വാചക സൂറത്ത് റാഅദ് 13-ാം അധ്യായം 11-ാമത്തെ വചനം. അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം ഫീ ഖുലൂബിഹിം മർളും ഫസാദഹുമുല്ലാഹു മർളാ. ഹൃദയം അതൊരു ഭയങ്കര സംഭവമാണ്. അത് നന്നാകലാണ് ലോകത്തിലെ ഏറ്റവും വലിയ. ഞാൻ പറഞ്ഞ ഹദീസുകളുടെ അർത്ഥം പറയാദ്യം, ആയത്തുകളുടെ അർത്ഥം പറയാം, കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, അല്ല, നിങ്ങൾ അറിയണം, നിങ്ങളുടെ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ശരീരം